ഇന്ന് നമ്മൾ വീട്ടിലിതാ ഇത്രയും പോകുന്നൊരു വലിയ കരിമീൻ കിട്ടുന്നുണ്ട് കേട്ടോ. കരിമീൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ ഫിഷ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഉപ്പും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആണ് കേട്ടോ ആഡ് ചെയ്തത്. ഇതെല്ലാം കൂടെ അങ്ങോട്ട് നന്നായിട്ട് ആ കരിമീൻ്റെ ഉള്ളിലേക്കൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 1 ഹവറെങ്കിലും മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് വേറെ മസാലയ്ക്ക് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങളൂടെ നോക്കാം. നെക്സ്റ്റ് വേണ്ടത് വലിയുള്ളി, തക്കാളി, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, ഇതിൻ്റെയൊക്കെ കൂടെ പേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ അരിഞ്ഞു വെച്ചതിന് ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളതായി കരിമീന് വലിയൊരു പാനിൽ വെച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം. നമ്മളെ കയ്യിൽ ഇതുള്ളത് കൊണ്ട് നമ്മൾ ഇതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ അതായത് തിരിച്ചിടാനും മറിച്ചിടാനൊക്കെ നല്ല പാടുണ്ട്. എന്നാലും ഫുഡ് കഴിക്കാനുള്ള ആ ഒരു ആക്രാന്തം കാരണം അതെങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഞങ്ങൾ തിരിച്ചു മറിച്ച് ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മസാല ഉണ്ടാക്കുന്ന ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ ചെറുതായിട്ട് അങ്ങോട്ട് മറന്നുപോയി. ഒന്നുമില്ല, സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന മസാല പോലെ തന്നെ മുളക് പൊടിയും ചിക്കൻ മസാലപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി കരിവേപ്പില ഇതിൻ്റെയൊക്കെ പേസ്റ്റും എല്ലാം കൂടെ ഉണ്ടാക്കുന്ന നമ്മൾ നോർമൽ മസാല തന്നെയാണ് കേട്ടോ ഇതിനും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനുശേഷം ഈ മസാല ഒക്കെ ഒരു വാഴയിലയിൽ തേച്ച് വെച്ചിട്ട് അതിൻ്റെ മേലിൽ നമ്മൾ കരിമീൻ ഫ്രൈയും വെച്ച് നമ്മൾ ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ സാധനം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക്. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ, എല്ലാം എന്റെ ചെലവ്. എല്ലാരും അടിച്ചു കയറി വാ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.